നമ്മൾ ബിലീവേഴ്സ് അല്ല, വിശ്വാസികളല്ല. കഴിഞ്ഞു. അടുത്ത കാലത്ത് പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ കർത്താവ് എന്നോട് തന്നൊരു ചോദ്യമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതിതായിരുന്നു, വാട്ട് ഈസ് യുവർ സ്പിരിച്വൽ ഐഡൻറ്റിറ്റി? അങ്ങനെയൊന്നുണ്ടോ? ആത്മീയമായ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു വ്യക്തിത്വം നമുക്കുണ്ടോ? അല്ലേ, നമ്മളെല്ലാം വ്യക്തികളാണ്. നമുക്ക് വ്യക്തിപരമായ ഒരു വ്യക്തിത്വം ഉണ്ട് നമുക്ക്. എന്നാൽ ആത്മീയമായൊരു വ്യക്തിത്വമുണ്ട്. തീർച്ചയായിട്ടും ആത്മാവുണ്ടെങ്കിൽ ഒരു ആത്മീയ വ്യക്തിത്വമുണ്ട്. ചോദ്യം അവിടെ നിന്നില്ല. അടുത്ത ചോദിച്ചു, ആർ യു അപ്ഡേറ്റിംഗ് ഇറ്റ്? ആകെ കൺഫ്യൂഷനായി. നീ ആ ആത്മീയ വ്യക്തിത്വത്തെ നീ ഉയർത്തുന്നുണ്ടോ, അല്ലെങ്കിൽ നീ അതിനെ വേറൊരു അളവിലേക്ക്, വേറൊരു തലത്തിലേക്ക് നീ കൊണ്ടുപോകുന്നുണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായിട്ട് വരുന്നു. ഇന്ന് നമ്മളെല്ലാം ചിന്തിക്കുമ്പം നമുക്കൊരു ആത്മീയ വ്യക്തിത്വം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടുമുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. സോ ആത്മീയ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനമായി പറഞ്ഞാൽ ആ ആത്മീയ വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ദൈവമക്കൾ, ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്, ദ ചൈൽഡ് ഓഫ് ഗോഡ്. അതാണ് ഒന്നാം ഭാഗം അവിടെ കഴിയുന്നു. ഇനി രണ്ടാം ഭാഗമാണ്, ആർ യു അപ്ഡേറ്റിംഗ് ഇറ്റ്? അങ്ങനെ സംഭവം ഉണ്ടോ? ദൈവമക്കളായി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും വേണോ? പിന്നെ ഒരു അപ്ഡേഷൻ വേണോ? ഞാൻ ഒന്ന് കൺഫ്യൂസ്ഡായി. ദൈവമക്കളായ എല്ലാ അധികാരവും കിട്ടിക്കഴിഞ്ഞു നമുക്കല്ലേ, ഇനി എന്താ വേണ്ടത്? കർത്താവ് ചോദിക്കുന്നു, ആർ യു അപ്ഡേറ്റിംഗ് ഇറ്റ്? ഇതിനെല്ലാം കാരണമായത് ഒരു ചെറിയൊരു സംഭവമാണ്. ഒരാഴ്ച മുമ്പ് എൻ്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്നു. അതെങ്ങനെയാണ്, വി ആർ സോറി വി കുഡൻ ഡെലിവർ യുവർ കൊറിയർ. ഇത്രയുള്ള മെസ്സേജ്. ഞാൻ വെച്ച് ഇതെന്ത് പറ്റി? അല്ലെങ്കിൽ ആ കൊറിയറിൻ്റെ നമ്പറുണ്ട്. ഓക്കെ, സൈറ്റിൽ കയറി നോക്കിയപ്പോൾ കൊറിയറുണ്ട്. ഒരു 5 വർഷം മുമ്പുള്ള എൻ്റെ ക്രെഡിറ്റ് കാർഡ്, ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡിൻ്റെ അഡ്രസ്സിൻ്റെ ടൈം കഴിഞ്ഞു. അതിന് പുതിയ കാർഡ് അവർ അയച്ചു തന്നേക്കുകയാണ്. പക്ഷേ എൻ്റെ അഡ്രസ്സിൽ ഡെലിവറി നടക്കത്തില്ല. കാരണം ഞാൻ കൊടുത്തിരിക്കുന്ന അഡ്രസ്സ് എൻ്റെ പുതിയ അഡ്രസ്സാണ്, എൻ്റെ കുടുംബത്തിൻ്റെ അഡ്രസ്സാണ് പണ്ട് വെച്ചിരുന്നത്. കൺഫ്യൂഷനായി. ഇനിയും സാധനം വാങ്ങിക്കണമെങ്കിൽ കുടുംബ വീട്ടിൽ പോകണം. എൻ്റെ കയ്യിൽ വരേണ്ട ഡെലിവറി ഞാൻ എടുക്കണമെങ്കിൽ കുടുംബ വീട്ടിൽ പോകണം. അതിനാദ്യം ചെയ്ത് ഞാൻ ഈ പോകുന്ന വഴിക്കാണ് ആ കൊറിയർ കമ്പനി ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ, സാറേ ഇവിടെയല്ല, ഇത് കഴക്കൂട്ടത്താണ്. സാറിന് അവിടെ പോയി പറഞ്ഞാലേ ഇനി അങ്ങോട്ട് വരുള്ളൂ. അവിടുന്ന് ഫോൺ നമ്പർ വാങ്ങിച്ച് കഴക്കൂട്ടം വിളിച്ചു, കുമാരത്തെ വീട്ടിൽ വിളിച്ച് അനിയൻ്റെ അടുത്ത് പറഞ്ഞ് അവർ ഇന്ന സമയത്ത് വരുമെന്ന് ഏൽപ്പിച്ച് അവസാനം അവർ കൊടുത്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയി സാധനം എടുത്തു. എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ, ആ ബാങ്കിൽ കൊടുത്തിരുന്ന എൻ്റെ അഡ്രസ്സ് ഞാൻ അപ്ഡേറ്റ് ചെയ്തില്ല. ഹല്ലേലൂയ. ബ്ലെസ്സിങ്സ് നമുക്ക് വരുന്നുണ്ട്, പക്ഷെ കൈ കിട്ടുന്നില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നമ്മുടെ മേൽ നടപ്പിലാവുന്നുണ്ട്, കാണാൻ കഴിയുന്നില്ല, അനുഭവിക്കാൻ കഴിയുന്നില്ല. The reason we are still child of God with every authority, but blessings are not being delivered. അല്ലേ? ഇതല്ലേ നമ്മുടെ കർത്താവ് ചോദിച്ച ചോദ്യം? വളരെ പ്രസക്തം. ആർ യു അപ്ഡേറ്റിംഗ് യുവർ സ്പിരിച്വൽ ഐഡൻറ്റിറ്റി? അതിൻ്റെ കോറാണത്. യു ഹാവ് എ സ്പിരിച്വൽ ഐഡൻറ്റിറ്റി. അത് കാതലായ കാര്യമാണ്. യേശു കർത്താവിൻ്റെ മക്കളാണ് നമ്മൾ എന്നുള്ള ഐഡൻറ്റിറ്റി അവിടെ നിൽക്കുന്നു. ബട്ട് ടു ഓൾ ഹു ഡിഡ് റിസീവ് ഹിം ഹി ഗീവ് ദം ദ റൈറ്റ് ടു ബി ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. യേശുവിനെ കിട്ടിയ കൈക്കൊണ്ടവർക്ക് എല്ലാവർക്കും ദൈവമക്കളാവാനുള്ള അവകാശം തന്നിരിക്കുന്നു. നമുക്ക് കേരളത്തിലെ ആൾക്കാർ, മലയാളികൾക്ക് അവകാശത്തെക്കുറിച്ച് ആരും ഒന്നും പഠിപ്പിക്കേണ്ട, നല്ലവണ്ണം നമുക്കറിയാം. വി നോ എബൌട്ട് നമ്മുടെ റൈറ്റ്സിനെ കുറിച്ച് നമുക്ക് നല്ലവണ്ണം അറിയാം. ബട്ട് എലോങ് വിത്ത് ദ റൈറ്റ്സ് ദെയർ ആർ സം റെസ്പോൺസിബിലിറ്റീസ്. അതിനോടൊപ്പം കുറച്ച് ചുമതലകളും കൂടിയുണ്ട്. ആ ഒരു ഭാഗം നമ്മൾ കൺവീനിയൻ്റ് ആയിട്ടങ്ങ് മറക്കും.
അത് നമ്മുടെ വ്യക്തിജീവിതത്തിലും ആത്മീയ ജീവിതത്തിലും അത് പകർത്തപ്പെടുന്നു. അതതിൻ്റെ ഒരു കുഴപ്പം. എന്താണ് നമ്മുടെ വ്യക്തിജീവിതത്തിൽ നടക്കുന്ന സംഭവം, അത് തന്നെ നമ്മൾ ആത്മീയ ജീവിതത്തിലും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുന്നു. നമുക്ക് താല്പര്യമുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്യുന്നു, ചെയ്യാൻ പാടുള്ളവ, ബുദ്ധിമുട്ടുള്ളവ പതുക്കെ മാറ്റി നിർത്തുന്നു. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതല്ല നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നോക്കിയപ്പോൾ 100% ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ആർ യു അപ്ഡേറ്റിംഗ് എന്ന് ചോദിച്ചാൽ, നീ നിൻ്റെ ചുമതലകളെ ഓർത്ത് നിനക്ക് കിട്ടിയിരിക്കുന്ന അധികാരത്തെക്കുറിച്ച് നീ ചിന്തിക്കുമ്പോൾ നിൻ്റെ ചുമതലകളെക്കുറിച്ച് നീ ചിന്തിക്കാറുണ്ടോ? ഒരു വലിയ ചോദ്യമാണ്. സോ ആത്മീയമായ ഒരു വളർച്ച, നമ്മൾ ചൈൽഡ് ഓഫ് ഗോഡ്, ദൈവ പൈതലിൽ നിന്ന് പിന്നെ ഒരു പുരുഷനായി വളർന്നിട്ടുണ്ടോ, ഒരു സ്ത്രീയായി വളർന്നിട്ടുണ്ടോ എന്നാണ് ചോദ്യം. അതിന് എന്തെങ്കിലും നമുക്ക് ചെയ്യാനുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ യേശുവിനെ നമ്മൾ എങ്ങനെയാണ് റിസീവ് ചെയ്തതെന്ന് കൂടെ നോക്കണം. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 18 മുതലുള്ള വാക്യം ഒന്ന് വായിക്കാമോ? ആരെങ്കിലും ഉണ്ടോ? ഇല്ല. യാ, അന്ത്രയോസ് എന്നിങ്ങനെ മീൻപിടിക്കാരായ 2 സഹോദരന്മാർ കടലിൽ വല വീശുന്നത് കണ്ടു. എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കുമെന്ന് അവരോട് പറഞ്ഞു. ഉടനെ അവർ വല വിട്ടേച്ച് അവനെ അനുഗമിച്ചു. അവിടെ നിന്ന് മുമ്പോട്ട് പോയാറെ സെബദിയുടെ മകൻ യാക്കോബും അവൻ്റെ സഹോദരൻ യോഹന്നാനും എന്ന വേറെ 2 സഹോദരന്മാർ പടകിലിരുന്ന് അപ്പനായ സെബദിയുമായി വല നന്നാക്കുന്നത് കണ്ട് അവരെയും വിളിച്ചു. അവരും ഉടനെ പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു. ഓക്കെ, ഒന്നുകൂടി വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം 9:9 കൂടി. 9-ാം അധ്യായം 9-ാം വാക്യം കൂടി. യേശു അവിടെ നിന്ന് പോകുമ്പോൾ മത്തായി എന്നു പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ടു. എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. ആമേൻ. ഈ 3 വാക്യങ്ങളിലും കർത്താവിൻ്റെ ഒരു കോളിംഗ് നമ്മൾ കാണുക. ഒന്നാമതായിട്ട് അവൻ ഗലീലയിൽ കൂടെ പോകുമ്പോൾ പത്രോസിനെയും അന്ത്രയോസിനെയും വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ പിന്നാലെ വരുവിൻ, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞു. അവർ ഉടനെ വല വിട്ടയച്ച് അവനെ അനുഗമിച്ചു. പിറകാലം നമ്മൾ കാണുന്നു, മറ്റു 2 പേരെ വിളിക്കുമ്പോൾ അവരും പടകിനെയും അപ്പനെയും വിട്ട് അവനെ അനുഗമിച്ചു. മൂന്നാമത് നമ്മൾ വായിച്ചത് മത്തായി 9:9 അവിടെ മാത്യു എന്ന് പറയുന്ന വ്യക്തി, ചുങ്കക്കാരൻ, അവൻ അവിടെ നിന്ന് ചുങ്കം പിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് കർത്താവിനെ അനുഗമിച്ചു. എന്നെ അനുഗമിക്കുക, ഫോളോ മീ എന്ന് മാത്രമേ കർത്താവ് പറഞ്ഞിട്ടുള്ളൂ. അവനെ അനുഗമിക്കാൻ തയ്യാറായി. നമ്മളെ എങ്ങനെയാണ് വിളിച്ചത്? വല വിട്ടേച്ച് വരാൻ പറഞ്ഞായിരുന്നോ? എങ്ങനെയാണ് വിളിച്ചൊന്ന് ചിന്തിച്ചേ. നമ്മുടെ അനുഭവങ്ങൾ എൻ്റയർലി ഡിഫറെൻ്റാണ്. യേശുവിൻ്റെ സ്നേഹം നമ്മളെ തൊട്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ യേശുവിലൂടെ നമുക്കൊരു രോഗസൗഖ്യം കിട്ടിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ നമ്മുടെ ദുഃഖവേളയിൽ വലിയൊരു ആശ്വാസം നമുക്ക് കിട്ടിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഭാരത്താൽ, കടഭാരത്താൽ, ചിന്തയാലൊക്കെ വിഷമിച്ചിരുന്നപ്പം കർത്താവിൻ്റെ വലിയൊരു പ്രസൻസ് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും. ചെറിയ രീതിയിൽ അല്ലെങ്കിൽ വലിയ രീതിയിൽ നമ്മൾ അറിഞ്ഞതിന് ശേഷം ആ കർത്താവിലേക്ക് നമ്മൾ അടുത്ത് വന്ന ഓരോരുത്തരും, അല്ലേ? അല്ല, അവൻ നേരിട്ട് വിളിച്ച വ്യക്തികളുണ്ട്, അവർക്ക് സ്തോത്രം കർത്താവിന്. ഹല്ലേലൂയ. നമ്മൾ കാണുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട്. അനേകം ചെറുപ്പക്കാരെ കർത്താവ് വിളിച്ചു വേർതിരിക്കുന്ന നമ്മുടെ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. അവർക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും, നമ്മൾ നേരത്തെ പാടിയതുപോലെ, തമിഴ് പാട്ട് പാടിയതുപോലെ, അവൻ തേടി വന്നതാ. അവൻ തേടി വന്ന് അവനെ വേണ്ടുന്നവരെ വിളിച്ചു കൂട്ടി കൊണ്ടുവന്നേക്കോ ഇവിടെ. ഹല്ലേലൂയ. നമ്മളാരും കുറവുള്ളവരല്ല. നമ്മുടേതായ യോഗ്യത ഉണ്ടെന്ന് നമ്മളെക്കാൾ നല്ലവണ്ണം അറിയാവുന്ന ഒരു വലിയ ദൈവം, അവൻ നേരിട്ട് വിളിച്ചുകൊണ്ട് മാത്രമാണ് ഞാനും നിങ്ങളും ഇന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഒരു സംശയവും അതിന് വേണ്ട. ഹല്ലേലൂയ. ഞാൻ അബദ്ധത്തിൽ ഇവിടെ വന്നു പോയതാണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാ. ഹല്ലേലൂയ. വ്യക്തിപരമായി നിങ്ങളെ കർത്താവ് തൊട്ട് വിളിച്ചത് തന്നെയാണ്. പൗലോസും അന്ത്രയോസും ശബരി മക്കളും മത്തായും ഒന്നും അറിഞ്ഞില്ല. ഫോളോ മീ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുറകിൽ വലിയൊരു കുരിശുണ്ടെന്നുള്ള കാര്യം. യേശു വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത്, ഫോളോ മീ, എന്നെ പിൻപറ്റുക. പിൻപറ്റിയപ്പോഴാണ് പോയത്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം,
ഒരുവൻ അവൻ്റെ വല വിട്ടു. ഹി ലെഫ്റ്റ് ഹിസ് പ്രൊഫഷൻ. അവൻ്റെ വേല വിട്ടു. സബദ മക്കൾ അവരുടെ അപ്പനെ വിട്ടു, അവരുടെ വലയും വിട്ടു. മത്തായി ആണെങ്കിൽ ജോലി സ്ഥലത്തു നിന്ന് ഹി ഈസ് ആൻസറബിൾ ടു ദ ഗവൺമെൻറ്. ഗവൺമെൻറ്റിൻ്റെ വേല ചെയ്യുന്നവനാണ്, ചുങ്കം പിരിക്കുന്നവനാണ്. അതുപോലും ആ കാശ് ഉൾപ്പെടെ വിട്ടേച്ച് അവൻ കർത്താവിനെ പിൻപറ്റി. വേർ ഡു വി സ്റ്റാൻഡ്? നമ്മൾ എന്താ വിട്ടത്? എന്തെങ്കിലും വിട്ടിട്ടുണ്ടോ? അതാണ് ആ അപ്ഗ്രഡേഷൻ കൊണ്ട് കർത്താവ് ഉദ്ദേശിക്കുന്നത്. നീ വിട്ടാലും ഇല്ലെങ്കിലും എന്നെയും നിന്നെയും ഹല്ലേലൂയ എൻ്റെ കർത്താവ് കൂട്ടിക്കൊണ്ടുവന്നെങ്കിൽ, മക്കൾ എന്ന സ്ഥാനവും അധികാരവും തന്നുവെങ്കിൽ, വിട്ട് കളയാനുള്ളത് വിട്ട് കളയാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? ഹല്ലേലൂയ. ഇതൊരു വലിയ ചോദ്യമാണ് സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് നമ്മൾ മാത്രമാണ്. When Jesus called, he asked us to change our profession. പറയാതെ പറഞ്ഞ കാര്യമാണ്. അവർ ചെയ്ത് കാണിച്ചത് എങ്ങനെയാണ്? ചേഞ്ച് ദെയർ ലൈഫ് സ്റ്റൈൽ. മീൻ പിടുത്തക്കാരായിരുന്നു. പിന്നെ അവർ മീൻ പിടിക്കാൻ പോയതായിട്ട് നമ്മൾ കാണുന്നില്ല റെഗുലർലി. വീണ്ടും ഒരിക്കൽ പോകാൻ നോക്കി, അവിടെയും കർത്താവ് തിരിച്ചു പിടിച്ചു. വിട്ടതിലേക്ക് തിരിച്ചു പോകാൻ നോക്കുന്ന ആ പ്രിയ ശിഷ്യരെ തിരിച്ചു പിടിക്കുന്ന കർത്താവിനെ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അത് വിട്ടു. മൂന്നാമത് അവരുടെ മേൽവിലാസം അവൻ മാറ്റി. ഹല്ലേലൂയ. അവരുടെ അഡ്രസ്സ് അവൻ മാറ്റി. അതുവരെ മത്സ്യത്തെ പിടിച്ചുകൊണ്ടിരുന്നവരെ മനുഷ്യരെ പിടിക്കുന്നവരാക്കിയവൻ മാറ്റി. ചേഞ്ച് ദ എൻറ്റയർ സെറ്റപ്പ്. അവരുടെ ടോട്ടൽ ഫാമിലി സെറ്റപ്പ് കർത്താവ് മാറ്റി. ഏത് വഴിക്കാണോ അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിച്ചിരുന്നത്, അതിൽ നിന്ന് വ്യത്യസ്തമായ വിഭിന്നമായ രീതിയിലേക്ക് അവരെ കൊണ്ടുപോകാൻ കർത്താവിന് കഴിഞ്ഞു. ഒറ്റ കോളിംഗ്. എന്താണ്? ഫോളോ മീ. വലിയ വ്യാപ്തിയുള്ള വാക്കാണ് ഫോളോ മീ, പിൻപറ്റുക. വാട്ട് ജീസസ് ഈസ് ഗോയിങ് ടു ടെൽ us is സെയിം തിങ്. എന്നെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ അതിലെല്ലാം അടങ്ങിയിട്ടുണ്ട് സഹോദരങ്ങളെ. അതാണ് കർത്താവ് തന്ന ആ ഒരു വിളി, ഫോളോ മീ എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹീ കോൾഡ് us. അവൻ്റെ കോളിംഗ് അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവന് ഫിസിക്കൽ ട്രെയിനിങ് കർത്താവ് അവർക്ക് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഹി കോൾഡ് us, ഹി കോച്ച്ഡ് us ആൻഡ് ഹി കമ്മീഷൻഡ് us. അവൻ്റെ കോളിംഗ് ഉണ്ടായിരുന്നു, അവൻ്റെ കോച്ചിങ് ഉണ്ടായിരുന്നു, അവൻ്റെ കമ്മീഷനിങ് ഉണ്ടായിരുന്നു. ഇതല്ലേ അവസാനിക്കുന്നത്? നമ്മുടെ പ്രശ്നം എന്താണ് കോൺസിക്വൻസ് കർത്താവിൻ്റെ വെളിയിലേക്ക് ഇറങ്ങിച്ചെന്നാൽ എന്ന് അറിയാതെ നമ്മളും വന്നേക്കുന്നത്. പക്ഷേ അവൻ്റെ കോച്ചിങ് നമുക്ക് കിട്ടിയോ, നമ്മളത് എടുത്തോ എന്നുള്ളതാണ് ചോദ്യം. വിളി കേട്ടു, വന്നു. ഇനിയും അവൻ്റെ ട്രെയിനിങ് അത് അറ്റൻഡ് ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ട്. അത് എവിടെ നിന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റുക? അവൻ്റെ വചനത്തിലൂടെ, അവൻ്റെ പ്രസൻസിലൂടെ, അവനോട്ടുള്ള സംവാദത്തിലൂടെ, അവനോട്ടുള്ള പ്രാർത്ഥനയിലൂടെ മാത്രം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതിന് നമ്മൾ റെഗുലറാണോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് നമുക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് പോകാൻ കഴിയുന്നുണ്ടോ, അങ്ങനെ ചിന്തിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഹല്ലേലൂയ. ഇതെല്ലാം കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് സഹായത്തിനൊരു വാചകമുണ്ട്. എന്താണെന്നറിയാമോ? റോമർ 5:1-2 വായിക്കാം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്കും അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. മതി. നോക്കിയേ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നാം നിൽക്കുന്ന കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. അല്ലേ? വിശ്വാസത്താൽ നമ്മൾ ജസ്റ്റിഫിക്കേഷൻ കഴിഞ്ഞു. നമ്മുടെയൊക്കെ ധാരണ എല്ലാം കഴിഞ്ഞു എന്നാണ്. അത് കഴിഞ്ഞ് വീണ്ടും 2 പടി കൂടിയുണ്ട്. അല്ലേ? സാന്റിഫിക്കേഷനും ഉണ്ട്, ഗ്ലോറിഫിക്കേഷനും ഉണ്ട്. ഒരു പടി എന്തായാലും കയറിയേ പറ്റൂ. അതിനുള്ള അപ്ഡേഷൻ എവിടെ നടക്കണം? ഇവിടെ നടക്കണം. നമ്മളിപ്പോഴും ചൈൽഡ് ഓഫ് ഗോഡ്, എല്ലാ അവകാശവും കിട്ടിയ ദൈവമക്കളാണ്. ആ ഒരു അപ്ഗ്രഡേഷൻ അതിവിടെ നടന്നിട്ടുണ്ടോ? അവിടെയാണ് കർത്താവ് എങ്ങനെയാണ് വിളിച്ചത് നോക്കുക. ആരെയും കർത്താവ് ബിലീവേഴ്സായി വിളിച്ചിട്ടില്ല. ഹല്ലേലൂയ. നിങ്ങൾ എന്നോട് യോജിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു.
ഒരു വിശ്വാസിയായിട്ട് നമ്മളെ ആരും കർത്താവ് വിളിച്ചിട്ടില്ല. കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചേക്കുന്നത് ശിഷ്യരാകുവാൻ തന്നെയാണ്. ഹി ഹാസ് കോൾഡ് us as disciples. ഇതൊന്ന് തിരിച്ചറിയണം സഹോദരങ്ങളെ. വി ആർ നോട്ട് ബിലീവേഴ്സ്, വി ആർ ഡിസൈപ്പിൾസ്. വലിയ വ്യത്യാസമുണ്ട്. ഒരു ബിലീവറും ഒരു വിശ്വാസിയും ഒരു ശിഷ്യനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഒരു ബിലീവറിൽ നിന്ന് ഒരു വിശ്വാസിയായിട്ട് മാറുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യു ഹാവ് അപ്ഗ്രേഡഡ് ഇറ്റ്. നിങ്ങളത് അപ്ഗ്രേഡ് ചെയ്ത നിങ്ങളുടെ കോളിങ്ങിൽ നിങ്ങളെ കർത്താവ് വിളിച്ച വെളിയിൽ നിന്ന് നിങ്ങളൊന്ന് ഉയർച്ചയിലേക്ക് ഒന്ന് നീങ്ങിക്കഴിഞ്ഞ വ്യക്തിയാണ്. ആ ഒരു അപ്ഗ്രേഡേഷൻ വന്നുവെങ്കിൽ ഇന്ന് നമ്മൾ പലരും വിശ്വാസികളായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഹല്ലേലൂയ. ആ ഒരു മാറ്റം അനിവാര്യമാണ്. ഈ യാത്രയിൽ കർത്താവ് വിളിച്ച വിളിക്ക് യോഗ്യമാവണ്ണം ആണ് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു മാറ്റം അനിവാര്യമാണ്. ആ മാറ്റത്തിന് ഒരു പരിശ്രമമുണ്ട്, അതിനൊരു വില കൊടുക്കേണ്ടതുണ്ട്. ഹല്ലേലൂയ. സാൽവേഷൻ ഈസ് ഫ്രീ. രക്ഷ സൗജന്യമാണ്, 100% സൗജന്യമാണ്. അതിന് കർത്താവ് വില കൊടുത്തത്, നമ്മളാരും വില കൊടുത്തിട്ടില്ല. പക്ഷേ ഡിസൈപ്പിൾഷിപ്പ് ഹാസ് ടു ബി പെയ്ഡ്. ശിഷ്യത്വം വേണമെന്നുണ്ടെങ്കിൽ കാശ് മുടക്കണം, മുടക്കിയേ പറ്റൂ, വില കൊടുത്തേ പറ്റത്തുള്ളൂ. അതാര് മുടക്കും? വിളിക്കപ്പെട്ടവർ, നമ്മൾ കൊടുക്കണം അതിന്. ആ വില കൊടുക്കാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പം അങ്ങനെ ഒരു ശിഷ്യനാകേണ്ട കാര്യമുണ്ടോ എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. ഡു വി? ഇസ് ഇറ്റ് എ നീഡ്? അതൊരു കമ്പൽഷൻ ആണോ? കർത്താവ് വിളിച്ച, കണ്ട് നമ്മളെ തിരഞ്ഞെടുത്ത ആ വിളിക്ക് അനുയോജ്യമായി നമുക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ, ആ വിളിയുടെ ആഴം നമുക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിഷ്യത്വം അനിവാര്യമാണ്. ഹല്ലേലൂയ. ആർ യു ഗെറ്റിംഗ് മീ? ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ബിലീവേഴ്സ് അല്ല, വിശ്വാസികളല്ല. അത് കഴിഞ്ഞു എന്ന് വെച്ചാൽ നമ്മളെ വിളിച്ചപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് സ്പൂൺ ഫീഡിങ് ഉണ്ടായിരുന്നു, അല്ലേ? ബോട്ടിൽ ഫീഡിങ് ഉണ്ടായിരുന്നു, പാലാ തന്നുകൊണ്ടിരുന്നത്. ആ സ്റ്റേജ് കഴിഞ്ഞാൽ ഹല്ലേലൂയ, അടുത്ത സ്റ്റേജിലേക്ക് ഖരാഹാരം കഴിച്ച് തുടങ്ങേണ്ട അവസ്ഥ കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് ഇപ്പോഴും പാല് മതി എന്ന് നിർബന്ധം പിടിക്കുകയാണെങ്കിൽ നമ്മുടെ വളർച്ചയുടെ ഒരു ഭാഗം കഴിഞ്ഞുപോയി. ബട്ട് ദാറ്റ് ഫേസ് ഇസ് ദ പെയിൻഫുൾ ഫേസ്. ബിലീവറിൽ നിന്ന് വിശ്വാസിയിലേക്കുള്ളൊരു മാറ്റം, ശിഷ്യത്വത്തിലേക്കുള്ള മാറ്റം, ഇറ്റ്സ് എ പെയിൻഫുൾ എഫേർട്ടാണ്. ഞാൻ ഒരു ചെറിയ കാര്യം പറയാം. അദ്ദേഹം, ഞാൻ അഗ്രികൾച്ചർ ഓഫീസറാണെന്ന് പറഞ്ഞുകൊണ്ട് പറയാം. നിങ്ങൾക്കെല്ലാം ചിത്രശലഭത്തിനെ അറിയാം, ബട്ടർഫ്ലൈ യൂണോ അല്ലേ? ബട്ടർഫ്ലൈ എവിടെ നിന്നാണ് വരുന്നത്? ഒരു മുട്ട വിരിഞ്ഞ് ഒരു പുഴുവാകുന്നു, അല്ലേ? പുഴുവിൻ്റെ ജീവിതം എങ്ങനെയാണ്? എഴയണം, ഇല തിന്നണം, അല്ലേ? ഇല തിന്ന് ജീവിക്കണം. 7ഓളം പ്രാവശ്യം അതിൻ്റെ ആ ചട്ട അത് പൊഴിച്ചു കളയും. ആ പുഴുവായിട്ട് ജീവിക്കുക തന്നെ ഇല തിന്ന് വളരുകയാണ്. വളർന്നു കഴിഞ്ഞാൽ ഒരു 5 to 15 days, ചിലപ്പോൾ 1 മാസം വരെ പോകാം, 15 days മിനിമം ഒരു കൊക്കൂൺ സ്റ്റേജ് ഉണ്ട്. അതിനകത്ത് എന്താ സംഭവിക്കുന്നത് അറിയാമോ? ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് നടക്കുന്നത് അറിയാമോ? ഇറ്റ്സ് ബോഡി ഗെറ്റ് ലിക്വിഡിഫൈഡ്. അതിൻ്റെ ബോഡി വെള്ളം പോലെ ആയിപ്പോൾ ബൈ എൻസൈംസ്. എന്നിട്ട് അത് എന്താ പറയുക, ഒരു പ്രോട്ടീൻ ജെല്ല് പോലെ ആകും. അതിനകത്തുനിന്ന് സ്പെയർ പാർട്സ് പോലെ കിടക്കുന്ന സാധനങ്ങൾ ഒന്നിച്ച് വന്നിട്ടാണ് ഇത് ഏറ്റവും ഭംഗിയായ ചിത്രശലഭമായിട്ട് മാറുന്നത്. ഹല്ലേലൂയ. ചിത്രശലഭത്തിൻ്റെ ഫീഡ് എന്തുവാ? അതെന്താ ഫീഡ് ചെയ്യുന്നത്? എന്തായിരുന്നു നേരത്തെ ഫീഡ് ചെയ്തത്? പുഴുവായിരുന്നു. ഇപ്പം ഹല്ലേലൂയ. ഇന്ന് ഹല്ലേലൂയ, പുഴുവായിട്ട് ഇലയും തിന്ന് ഇരിക്കാനാണോ വേണ്ടത്? അതോ കർത്താവ് ആഗ്രഹിക്കുന്ന പോലെ ഒരു ചിത്രശലഭത്തെ പോലെ ഈ ലോകത്തിൽ ജീവിച്ച് അവൻ്റെ സന്നിധിയിലേക്ക് മടങ്ങിപ്പോകാനാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്? സോ ദാറ്റ് ഫേസ്, cocoon phase is very difficult. അതാണ് നമ്മളിവിടെ ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു ബിലീവറെ സംബന്ധിച്ച് അത് നേരിടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി കഠിനമുള്ള കാര്യമാണ്. ദാറ്റ് ഫേസ് ട്രിബുലേഷൻസ് ഉണ്ടാകാം, വളരെ പ്രയാസങ്ങളുണ്ടാകും, വളരെ ഭാരങ്ങളുണ്ടാകും, വളരെ കഷ്ടങ്ങളുണ്ടാകാം. അത് നേരിടുവാൻ നമുക്ക് കഴിയുന്നില്ല. പക്ഷേ അത് നേരിടുവാൻ
നമ്മൾ ഒറ്റയ്ക്കല്ല, സഹായകനെ അവൻ തന്നേച്ച പോയിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ അതിന് തുണ നിൽക്കുന്നവനാ. നമ്മുടെ വേദനകൾ, നമ്മുടെ പ്രയാസങ്ങളെ അതിജീവിക്കുവാൻ കരുത്ത് നൽകുന്ന ഒരു ആത്മാവുണ്ട്. ആ ആത്മാവിനെ ഡിപ്പെൻഡ് ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ ഈ ഒരു സമയം കടന്നു പോകാൻ നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നമ്മുടേതായ രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. അവിടെയാണ് വിഷമം വരുന്നത്. എത്ര വട്ടം വി ലുക്ക് അറ്റ് ദ വേൾഡ്. നമ്മൾ ലോകത്തെ നോക്കിയിട്ട് ലോകത്തിൻ്റെ രീതിയിൽ അതിന് റിപ്ലൈ കാണുവാൻ നമ്മൾ ശ്രമിക്കുന്നത്. നമ്മൾ വീണ്ടും പരാജയപ്പെടും പ്രിയമുള്ളവരെ. മറിച്ച് അവൻ ആ കാര്യസ്ഥനെ തന്നിരിക്കുന്നത് എനിക്കും നിങ്ങൾക്കും ഡിപ്പെൻഡ് ചെയ്യാൻ വേണ്ടിയാ. എൻ്റെയും നിങ്ങളുടെയും കാര്യങ്ങൾക്ക് മറുപടി തരാൻ വേണ്ടിയാ. എൻ്റെയും നിങ്ങളുടെ ആശ്രയമായിട്ട് തന്നിരിക്കുന്നത്. ആ ആശ്രയം വേണ്ടെന്ന് വെച്ചിട്ട് ലോകത്തിൽ ആശ്രയിക്കാൻ നമ്മൾ പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകുന്നത്. ഹല്ലേലൂയ. പറയാൻ എളുപ്പമായത്. ബ്രദറെ അങ്ങനെയൊക്കെ പറയാം. ഞങ്ങൾ കടന്നു വന്ന വഴി ബ്രദർ അനുഭവിക്കുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. ശരിയാ. നമുക്കറിയാം, നമുക്ക് പ്രയാസങ്ങളും ഭാരങ്ങളും വരുമ്പം ചില കൂട്ടരുണ്ട്, അവർ അമിതമായി ദൈവത്തെ സ്നേഹിക്കും, അങ്ങ് പിടിക്കും. ചിലർ നോ ഇനഫ് ഈസ് ഇനഫ്. ഇത്രയും നാൾ ഞാൻ ദൈവത്തെ വിളിച്ചു, ഇത്രയും നാൾ ഞാൻ പള്ളിയിൽ പോയി, ഇത്രയും നാൾ ഞാൻ പ്രസംഗം കേട്ടു, ഒന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, ഒരു മാറ്റവും ഞാൻ കണ്ടില്ല, ഇനി എനിക്കിത് വേണ്ട. ഹല്ലേലൂയ. ചിലർ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. എവിടെയാണ് ഒരു ശിഷ്യൻ ഉയരുന്നത് വെച്ചാൽ ഏത് ഘട്ടത്തിലും അവൻ ഉറച്ചു നിൽക്കും അവിടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ശിഷ്യന്മാരാരും മരണഭയമുള്ളവരായിരുന്നില്ല. എന്തും നേരിടുവാൻ അവർ തയ്യാറായിരുന്നു. ഒക്കെ ഇടയ്ക്കിടയ്ക്ക് 1-2 പേർക്കൊക്കെ ഒരു മനസ്സിനൊരു ഇളക്കമുണ്ടായും ശരിയാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം വിശ്വസ്തനായ കർത്താവ് അവരെ തിരിച്ചു കൊണ്ടുവന്നു. ഹല്ലേലൂയ. മനസ്സിലാക്കി. അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ അബ്രഹാമിന് കൊടുത്തൊരു വിളിയുണ്ട്. വ്യക്തമായിട്ടും പറഞ്ഞു, നീ ഇറങ്ങാൻ, നിന്റെ വീട്ടിൽ നിന്ന് ചാർച്ചക്കാരെ വിട്ട് നീ ഇറങ്ങി വരിക, ഞാൻ കാണിക്കാൻ പോകുന്ന ദേശത്തിലൊക്കെ വരിക. എന്നിട്ട് പറഞ്ഞു, നിന്നെ ഞാനൊരു അനുഗ്രഹമാക്കും. അത്രയും വാഗ്ദത്തമെങ്കിലും ദൈവം അബ്രഹാമിന് കൊടുത്തു. കാരണം അബ്രഹാമിൻ്റെ ദൈവം മുകളിലായിരുന്നു. യേശു കർത്താവിന് അങ്ങനെ ഒരു വാഗ്ദത്തം കൊടുക്കേണ്ടി വന്നതല്ല. കാരണം കൂടെ നടന്ന് അവരെ പരിപാലിക്കാൻ അവൻ കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ഇത് എൻ്റെയും നിങ്ങളുടെയും വിജയം ആ ദൈവം, ആ യേശു ഇത് എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലിരിക്കുന്നത് കൊണ്ട് ആ ശിഷ്യക്കാരും ബലവാന്മാരായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. ആമീൻ. ഇത് മറന്നിട്ടാണ് നമ്മൾ ലോകത്തേക്ക് പോകുന്നത്. ഹല്ലേലൂയ. അബ്രഹാമിന് ദൈവത്തെ കാണണമെങ്കിൽ മുകളിലേക്ക് പോകണമായിരുന്നു. ശിഷ്യന്മാർക്ക് കൂടെ നടന്ന ദൈവത്തെ കാണാൻ പറ്റി. എനിക്കും നിങ്ങൾക്കും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ദൈവം, ഹല്ലേലൂയ, നമ്മുടെ കൂടെ സദാസമയമുള്ള ദൈവം. ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ ദൈവത്തെ ആസ്വദിക്കേണ്ട ഒരു വ്യക്തികളാണ് നമ്മൾ. ഹല്ലേലൂയ. ഒരു കൂട്ടമാണ് നമ്മൾ. ദൈവ സാന്നിധ്യം ഏറ്റവും കൂടുതൽ അറിയേണ്ട വ്യക്തികളാണ് നമ്മൾ. ഹല്ലേലൂയ. ഒന്നിനെയും ഭയക്കാതെ ജീവിക്കണം നമ്മളിന്ന് ഭയത്തിൻ്റെ വലയില്ല, നമ്മളിന്ന് ആശങ്കയുടെ വലയില്ല, നമ്മളിന്ന് വേദനയുടെ വലയില്ല. എവിടെയാ പ്രശ്നം? ആ ഉള്ളിലിരിക്കുന്ന ദൈവത്തെ കാണുവാൻ, അവനെ ഒന്ന് മനസ്സിലാക്കുവാൻ, അവനെ ഒന്ന് തൊട്ടറിയുവാൻ, അവനെ ഒന്ന് രുചിച്ചറിയുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു. ഹല്ലേലൂയ. വളരെ വേദനിപ്പിക്കുന്ന കാര്യമാണത്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അതല്ലേ സത്യം? ആശ്രയം മറ്റെവിടെയോ ആണ്. ആശ്രയം യേശുവിലല്ല, ആശ്രയം അവൻ തന്ന പരിശുദ്ധാത്മാവിലല്ല. ലോകത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകാൻ നമ്മൾ ജീവിക്കുമ്പോൾ ആ വലിയൊരു ഭാരം, വലിയൊരു പ്രയാസം നമ്മളെ മതിക്കുന്നുണ്ടാകും. ഹല്ലേലൂയ. ഈ സത്യം മനസ്സിലാക്കണം. എൻ്റെ ജനം പരിജ്ഞാനമില്ലാത്തതിനാൽ. ഹല്ലേലൂയ. നമുക്ക് ബാധകമാണോ ആ വാക്യം? ഒന്ന് നോക്കി. ദൈവ പരിജ്ഞാനം, ആ യേശു ആരാണെന്നും പരിശുദ്ധാത്മാവ് ആരാണെന്നും ഞാൻ ആരാണെന്നും യേശുവിൽ ഞാൻ ആരാണെന്നും ഒന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. ഡോ യു നോ യുവർ ഐഡന്റിറ്റി? ഞാൻ ഈ ലോകത്ത് ജീവിച്ചപ്പോൾ ഞാൻ എൻ്റെ പ്രൊഫഷൻ എല്ലാവരും ഇവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വി ഹാവ് ആൻ ഐഡൻറ്റിറ്റി കാർഡ് അല്ലേ? നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വരെയുണ്ട് സ്കൂൾ ഐഡൻറ്റി കാർഡുണ്ട്. ഇന്ന സ്റ്റാൻഡേർഡ്, ഇന്ന പേരിന്ന അല്ലേ? നമുക്ക് എല്ലാവർക്കും ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ട് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു സ്പിരിച്വൽ ഐഡൻറ്റിറ്റി കാർഡ് നമുക്ക് കിട്ടുവാണെങ്കിൽ അതിലെന്തായിരിക്കും നമ്മുടെ അഡ്രസ്സ്?
If God is providing you a spiritual identity card, what will be your address? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ബിലീവർ, ക്രിസ്ത്യൻ, എല്ലാവർക്കും ഇഷ്ടമാണ് ക്രിസ്ത്യൻ എന്ന് പറയാൻ. ക്രിസ്ത്യാനി, ഹല്ലേലൂയ, ആര് തന്ന പേരാന്നറിയോ? യഹൂദൻ. അവൻ്റെ വ്യക്തിത്വം മറ്റാരും കവർന്നു കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഈ മെശിഹായ എന്ന് പറയുന്നവനെ കുറിച്ച് പ്രസംഗിക്കുന്നവരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി കൊടുത്ത പേരാണ് ക്രിസ്ത്യാനി. ഹല്ലേലൂയ, അങ്ങനല്ലേ പറയുന്നത്? അന്ത്യോക്യയിലെ പള്ളിയിൽ യേശുവിനെ കുറിച്ച് ശിഷ്യന്മാർ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കൂട്ടരെ ഒന്ന് വേദനിക്കാൻ വേണ്ടി കൊടുത്ത പേരാ, അത് ക്രിസ്ത്യാനികളാണ്. ഹല്ലേലൂയ, അതാണ് നമ്മുടെ പ്രൗഡസ്റ്റ് നെയിം. ഹല്ലേലൂയ. 3 പ്രാവശ്യമേ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളൂ ക്രിസ്ത്യാനി എന്ന്. 200 ചിലവാനം പ്രാവശ്യം ശിഷ്യരെ എന്ന് പറയുന്നുണ്ട്. ഹല്ലേലൂയ. അത് കാണാൻ നമുക്ക് കണ്ണുകളില്ല. ഐ ആം എ ക്രിസ്ത്യൻ. അത് കഴിഞ്ഞിട്ട് എളുപ്പപ്പേരൂടെ കിട്ടി, ബോൺ അഗെയിൻ, വീണ്ടും ജനിച്ചത്. ഒരു വീണ്ടും ജനനം ഹല്ലേലൂയ നടന്നിട്ടുണ്ടെങ്കിൽ, പൂർണ്ണതയിൽ അത് എത്തിയിട്ടുണ്ടെങ്കിൽ, we will be proud to be known as a disciple of Jesus. Hallelujah. നോക്കി, നമുക്ക് തന്നെ പേടിയാ, നമുക്ക് തന്നെ ശങ്കയാ, നമുക്ക് തന്നെ മടിയാ ഞാൻ യേശുവിൻ്റെ ശിഷ്യനാണെന്ന് പറയാൻ. പറഞ്ഞിട്ടുണ്ടോ നമ്മൾ എവിടെയെങ്കിലും? ഇല്ല, നമ്മളതിനെ പറഞ്ഞിട്ടില്ല. നമ്മളത് ഉപയോഗിക്കാറേയില്ല ആ വാക്ക്. ശിഷ്യത്വത്തിന് വില കൊടുക്കണം. ഞാൻ വില കൊടുത്തിട്ടുള്ളത് എനിക്ക് നല്ലവണ്ണം അറിയാം. പിന്നെ ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതും എനിക്കറിയാം. ശിഷ്യത്വത്തിൻ്റെ വില കൊടുക്കുവാൻ നമ്മൾ എന്ന് തയ്യാറാകുന്നു, അന്ന് മാത്രമേ നമുക്ക് ചൈൽഡ് ഓഫ് ഗോഡ്, അടിസ്ഥാനമായ കാര്യമാണത്. അതിനൊരു മാറ്റമില്ല. നിങ്ങളുടെ സാൽവേഷൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. കർത്താവ് കാൽവറി അത് പൂർണ്ണമാക്കി തന്നിട്ടുണ്ട്. അവിടുന്ന് അടുത്ത പടിയിലേക്ക് കടന്നു പോകണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു പേ ഫോർ ഇറ്റ്. സഹോദരങ്ങളെ, അത് കൊടുത്തേ പറ്റുള്ളൂ. ഈ കാലങ്ങളിൽ നമ്മളിത് പ്രസംഗിച്ചില്ലെങ്കിൽ, നമ്മളിത് പറഞ്ഞില്ലെങ്കിൽ, നമ്മളിത് മനസ്സിലാക്കിയില്ലെങ്കിൽ നഷ്ടം നമുക്ക് മാത്രമാണ്. ആ നഷ്ടം വളരെ വലുതാണ്. ഹല്ലേലൂയ. നമ്മളെ തന്നെ സൂക്ഷിക്കുവാൻ, നമ്മളെ തന്നെ രക്ഷിക്കുവാൻ, നമ്മളെ തന്നെ സംരക്ഷിക്കുവാൻ നമുക്കത് കൂടിയേ തീരൂ. എ ചേഞ്ച് ഓവർ ഇസ് നീഡഡ്. ഹല്ലേലൂയ. അതിന് നമ്മൾ തയ്യാറാണോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. ഹല്ലേലൂയ. ഇങ്ങനെയാണ് ബെൻ ഹോഫർ ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ക്രിസ്ത്യാനിറ്റി വിതൗട്ട് ഡിസൈപ്പിൾഷിപ്പ് ഈസ് ക്രിസ്ത്യാനിറ്റി വിതൗട്ട് ക്രൈസ്റ്റ്. ശിഷ്യത്വമില്ലാത്ത ക്രിസ്ത്യാനിത്വം ക്രിസ്തു ഇല്ലാത്ത ക്രിസ്ത്യാനിത്വമാകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അതിൻ്റെ വ്യാപ്തി എന്താണ് ആ വാക്കിൻ്റെ. ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്നൊരു ബുക്ക് തന്നെയുണ്ട്. അത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വാചകനാണ്. ക്രിസ്ത്യാനിറ്റി വിതൗട്ട് ഡിസൈപ്പിൾഷിപ്പ് ഈസ് ക്രിസ്ത്യാനിറ്റി വിതൗട്ട് ക്രൈസ്റ്റ്. ക്രിസ്തുവില്ലാത്ത ക്രിസ്ത്യാനിറ്റിയാണ് ഡിസൈപ്പിൾഷിപ്പ് ഇല്ലെങ്കിൽ. സോ ഹൗ ഇമ്പോർട്ടൻറ്റ് ഇസ് ഡിസൈപ്പിൾഷിപ്പ്. ശിഷ്യത്വം എന്ന് പറയുന്നത് എത്ര വലുതാണെന്ന് മനസ്സിലാക്കുവാൻ ഈ ഒറ്റ വാക്യം മതി. ഹല്ലേലൂയ. ഈ ഒറ്റ വാചകം മതി. ഒന്ന് ആലോചിച്ച് നോക്കിയേ. വേർ ഡു വി സ്റ്റാൻഡ്? ഞാൻ നിങ്ങളും എവിടെയാണ് നിൽക്കുന്നത്? ഡിസൈപ്പിൾഷിപ്പിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചിട്ടുണ്ടോ? എന്താണ് ഒരു ഡിസൈപ്പിൾ? ആരാണ് ഒരു ഡിസൈപ്പിൾ? ഒത്തിരി പഠിക്കാനുണ്ടാകും. ഒരു പക്ഷേ ആനിയൻ്റെ ബുക്ക് തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഡിസൈപ്പിൾഷിപ്പിനെ കുറിച്ച്. ഒരു ഡിസൈപ്പിൾ ഉത്തമ ഡിസൈപ്പിൾ ആണെങ്കിൽ, നമ്മൾ കർത്താവിൻ്റെ ശിഷ്യന്മാരെ എടുക്കുവാണെങ്കിൽ അവരെല്ലാം വീണ്ടും ശിഷ്യന്മാരെ കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ എന്നോട് ചോദിക്കേണ്ട ചോദ്യമുണ്ട്, ഹൂ ഈസ് മൈ ഡിസൈപ്പിൾ? അതിന് മറുപടിയില്ല. ബിക്കോസ് ഐ ആം നോട്ട് എ ഡിസൈപ്പിൾ. ഞാൻ കർത്താവിനെ പൂർണ്ണമായിട്ട് പിൻപറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് എങ്ങനെ ഒരു ശിഷ്യനെ കണ്ടെത്താൻ പറ്റും? ഹൗ ക്യാൻ ഐ ടീച്ച് സംതിങ് വിച്ച് ഐ ഡു നോട്ട് ഡു? ഞാൻ ചെയ്യാത്ത കാര്യം ഞാൻ എങ്ങനെ പഠിപ്പിക്കും? കർത്താവെല്ലാം ചെയ്താ കാണിച്ചത്. വാട്ട് ഹി ലേൺ ഫ്രം ദ ഫാദർ, ഹി ഡിഡ് ഇറ്റ് ഇൻ എർത്ത്, then transferred it to the disciples. Learn, do and teach. Learn and teach അല്ല കർത്താവ് ചെയ്തത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ വലിയ വ്യത്യാസം നമുക്കുണ്ട്.
അതൊന്ന് മനസ്സിലാക്കണം. ആ രീതിയിലാണെങ്കിൽ ഹല്ലേലൂയ. കർത്താവ് തന്ന മെസ്സേജ് ഉണ്ട് നമുക്ക്. ഹല്ലേലൂയ. എന്താണ് ഏറ്റവും വലിയ മെസ്സേജ്? മത്തായിയുടെ സുവിശേഷം 28:18 അറിയാമല്ലോ, എല്ലാവർക്കും കാണാതെ അറിയാവുന്ന കാര്യങ്ങളാണ്. യേശു അടുത്തു ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഹല്ലേലൂയ. എന്താ പറഞ്ഞേക്കുന്നത്? ഇതിനകത്ത് എന്താക്കണം പറഞ്ഞേക്കുന്നത്? ശിഷ്യരാക്കാൻ, എല്ലാവരെയും വിശ്വാസികളാക്കിക്കൊള്ളുവാൻ കർത്താവ് പറഞ്ഞിട്ടില്ല. എന്തുവാ ആ വാക്യങ്ങൾക്ക് പറയുന്നൊരു പേരുണ്ട്, എന്തെന്നറിയോ? എന്താണ്? ഗ്രേറ്റ് കമ്മീഷൻ. ഞാൻ ഈ ഇടയ്ക്ക് എടുത്ത് വായിച്ചത് ഇങ്ങനെയാണ്: ക്രിസ്ത്യൻസ് മെയ്ഡ് ഗ്രേറ്റ് കമ്മീഷൻ ഇൻ ഗ്രേറ്റ് ഒമിഷൻ. മാന്യമായി അതങ്ങ് ഒമിറ്റ് ചെയ്തു. ഉത്തമമായ വിലപ്പെട്ട കമ്മീഷൻ, ലക്ഷ്യം, അതിനെ ഉത്തമമായ ഒമിഷനാക്കി മാറ്റി. ഒന്ന് ആലോചിച്ച് ആ ഒരു വാക്യങ്ങൾ, ആ 18 മുതലുള്ള വാക്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ശിഷ്യന്മാർ മാത്രം, കർത്താവിൻ്റെ ശിഷ്യന്മാർ മാത്രം ചെയ്യേണ്ടതായിരുന്നു? എവ്രിബഡി ഹു ഈസ് കോൾഡ് ആസ് ചൈൽഡ് ഓഫ് ഗോഡ്, ദൈവമക്കൾ എന്ന് വിളിക്കപ്പെട്ട എല്ലാവരും വളർന്നു കഴിഞ്ഞാൽ അവർ ചെയ്യേണ്ട ഒരു ബാധ്യതയാ, അവരുടെ ഉത്തരവാദിത്തമാ, അവരുടെ കടമയാ. ഈ കടമയാ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ ഒരൊറ്റ കടമയിൽ നമ്മൾ വീണുപോയി. ഹല്ലേലൂയ. നമ്മൾ മാറിപ്പോയി. വളരെ ആൾക്കാർ ആ ഫീൽഡ് നിൽക്കുന്നുണ്ട്, അതിനുവേണ്ടി ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തുതി. ഒരാളല്ല ചെയ്യേണ്ടത്, എവ്രിബഡി, എല്ലാവരും, വിളിക്കപ്പെട്ട എല്ലാവരും, വിളിച്ചു വേദനിച്ച എല്ലാവരും അത് ചെയ്യേണ്ടതാണ്. ഇവാഞ്ചലിസേഷന്റെ അവസാനം പോലും ഒരാൾ രക്ഷയിലേക്ക് നയിക്കപ്പെടുന്നെങ്കിൽ അത് വെറുതെ എന്നാ പറയുന്നത്. ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ അവര് ജനത്തെ കർത്താവിലേക്ക് നടത്തിയില്ലെങ്കിൽ, ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയില്ലെങ്കിൽ വൃതമെന്നാ പറയുന്നത്. വെറുതെയാ. ക്രൗഡ് പുള്ളേഴ്സ് ആയിട്ട് കാര്യമില്ല. മാനസാന്തരം പകർന്നു കൊടുത്ത് അവരെ ക്രിസ്തുവിലേക്ക് എത്തിക്കാൻ കഴിയണം. ഹല്ലേലൂയ. അതിന് കണ്ടിന്യൂസ് ടീച്ചിങ് നമുക്ക് വേണം. ഹല്ലേലൂയ. കണ്ടിന്യൂസ് ആയിട്ട് അത് പഠിക്കണം. ഹല്ലേലൂയ. അതിനുള്ള എഫേർട്ട് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അത് നടന്നില്ലെങ്കിൽ ഹല്ലേലൂയ, we are not to be called a Christian, we are not to be called a believer. ആ സർനെയിം നമുക്ക് ഉപയോഗിക്കാൻ നമ്മൾ യോഗ്യരല്ല. ഹല്ലേലൂയ. ടു ബി കോൾഡ് എ ഡിസൈപ്പിൾ, അതിന് ഒരുക്കുവാനുള്ള സമയം വളരെ അതിക്രമിച്ചിരിക്കുന്നുള്ള. ഹല്ലേലൂയ. നമ്മൾ ഇത്ര നേരം കേട്ടിരുന്ന ഒരു കാര്യം മനസ്സിലായി കാണും നമുക്ക്. സോ നേരത്തെ ഞാൻ പറഞ്ഞു, സാൽവേഷൻ ഈസ് ഫ്രീ ഗ്രേസ്, സൗജന്യമായ കൃപയാ. ഇന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ആരാധന മധ്യ പറഞ്ഞതുപോലെ, ഫേക്കായിട്ട് ചീപ്പ് ഗ്രേസ് പ്രസംഗിക്കപ്പെടുന്ന കാലമായത്. എന്താണ് ചീപ്പ് ഗ്രേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇന്ന് രാവിലെ ഇംഗ്ലീഷ് സർവീസിന് പാസ്റ്റർ പറയുകയുണ്ടായി, സൂചിപ്പിക്കുകയുണ്ടായി. നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു എനിക്കറിയില്ല. പകരുകയാണിപ്പം. ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു ചോദിച്ചാൽ, ചീപ്പ് ഗ്രേസ് ഓൾവേസ് ക്രിയേറ്റ്സ് ഫേക്ക് ഡിസൈപ്പിൾസ് ആൻഡ് റോങ് ഡിസൈപ്പിൾസ്. ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല, നിങ്ങൾക്കത് മനസ്സിലായി കാണും. തെറ്റായ അല്ലെങ്കിൽ വ്യാജ ശിഷ്യന്മാരെയും തെറ്റായ ശിഷ്യന്മാരെയും ക്രിയേറ്റ് ചെയ്യാൻ മാത്രമേ ചീപ്പായിട്ടുള്ള ഈ ഗ്രേസ്, ഏതാ സാൽവേഷൻ്റെ ഗ്രേസ് അല്ല ഞാൻ പറഞ്ഞത്, പ്രസംഗിക്കപ്പെടുന്ന ഗ്രേസ് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതിൽ വീണു പോകാൻ
ധാരാളം ചാൻസ് ഉണ്ട്. ജോൺ 56 മുതൽ 59 വരെ ഒന്ന് വായിക്കാം. യോഹന്നാൻ ചാപ്റ്റർ 6, സോറി. എൻ്റെ മാംസം തിന്നുകയും എൻ്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഇതാകുന്നു. പിതാക്കന്മാർ തിന്നുകയും മരിക്കുകയും ചെയ്തതുപോലെയല്ല, ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. അവൻ കമർന്നഭൂമിൽ ഉപദേശിക്കുമ്പോൾ പള്ളിയിൽ വെച്ച് ഇത് പറഞ്ഞു. അവൻ്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട്, ഇത് കഠിനവാക്ക്, ഇത് ആർക്ക് കേൾപ്പാൻ കഴിയും എന്ന് പറഞ്ഞു. ശിഷ്യന്മാർ അതിനെ ചൊല്ലി പിറുപിറുക്കുന്നത് യേശു തന്നിൽ തന്നെ അറിഞ്ഞ് അവരോട്, ഇത് നിങ്ങൾക്ക് ഇടർച്ചയാകുന്നുവോ? മനുഷ്യപുത്രൻ മുമ്പേ ഇരുന്നിടത്തേക്ക് കയറിപ്പോകുന്നത് നിങ്ങൾ കണ്ടല്ലോ. ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞു. ആമീൻ, ആമീൻ. 2 വാക്യം ഞാൻ എടുക്കുകയാണ്. അതിൻ്റെ 60-ാമത്തെ വാക്യം, 6:60. ഇത് കഠിനവാക്ക്, ഇതാർക്ക് കേൾപ്പാൻ കഴിയും? കർത്താവ് സത്യസന്ധമായ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞപ്പോൾ കൂടിയിരുന്നവരെല്ലാവരും ശിഷ്യന്മാരാ. അവർ പറഞ്ഞു, ഇത് കഠിനവാക്ക്, എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവർ ചെയ്തെന്താണെന്നറിയാം? അവർ വിട്ടേച്ചു പോയി. വിശ്വസിക്കാത്തവർ, കർത്താവ് പഠിപ്പിക്കുന്ന പഠനം അത് വിശ്വസിക്കാത്ത ആൾക്കാർ ശിഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. അപ്പം ഫേക്ക് ആൻഡ് റോങ് ഡിസൈപ്പിൾസ് ആർ there within us. അതാണ് ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചീപ്പ് ഗ്രേസ്. ഹല്ലേലൂയ. ഇതൊന്ന് മനസ്സിലാക്കിക്കോണം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഈ പറയുന്ന വ്യത്യാസം, അല്ലെങ്കിൽ ഈ എന്താണ് ചെയ്യേണ്ടത്, ഒരു ഡിസൈപ്പിൾ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ, ദ ഫസ്റ്റ് തിങ് ഈസ് ഒബീഡിയൻസ്, അനുസരണം. കർത്താവ് അതിനടുത്ത് പറഞ്ഞു, മരിച്ച് ഉയർത്തെഴുന്നേറ്റ ഞാൻ നിങ്ങൾക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകും. അല്ലേ? എവിടെയാ മരിച്ച് അടക്കിയത്? ജെറുസലേമിൽ. ഗലീലി ഈസ് ഫാർ അവേ ഫ്രം ദെയർ. അവിടെ 90 കിലോമീറ്റർ ഉണ്ട്. ഇത് നിങ്ങൾ പാവം ആ വാക്ക് വിശ്വസിച്ച് അനുസരിച്ച് എവിടെ പോയി? ഗലീലയ്ക്ക് പോയി. അവിടെ മലയിൽ വെച്ച് അവനെ കണ്ടു. അനുസരിക്കാൻ പഠിക്കണം. അനുസരണം നമ്മുടെ ജീവിതത്തിലുണ്ടോ? കർത്താവ് പറഞ്ഞ അനുസരിക്കാൻ നമ്മൾ തയ്യാറാണോ? ഫസ്റ്റ് തിങ്. നൗ കംസ് ബി റെസ്പോൺസീവ് ആൻഡ് റെസ്പോൺസിബിൾ. ഞാൻ സ്പീഡിൽ പോവുകയാണ്. ബിലീവ് ഇൻ വാട്ട് ജീസസ് ബിലീവ്. യേശു വിശ്വസിച്ച എന്താണോ അത് വിശ്വസിക്കുക. ലീവ് ലൈക്ക് ജീസസ് ലീവ്ഡ്. ലവ് ലൈക്ക് ജീസസ് ലവ്ഡ്. സെർവ് ലൈക്ക് ജീസസ് സെർവ്ഡ്. കർത്താവ് സേവിച്ച പോലെ സേവിക്കുക, കർത്താവ് സ്നേഹിച്ച പോലെ സ്നേഹിക്കുക, കർത്താവ് ജീവിച്ച പോലെ ജീവിക്കുക. ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ലേൺ, ഡു ആൻഡ് ടീച്ച്. സിമ്പിളായിട്ട് ഒറ്റ വാക്കി പറയാമെങ്കിൽ, വെൻ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ജീവിതം നമ്മൾ നയിക്കുവാണെന്നുണ്ടെങ്കിൽ വി ബിക്കം എ ഡിസൈപ്പിൾ. വി ലീവ് അക്കോർഡിംഗ് ടു ദ വിൽ ഓഫ് ദ ഗോഡ്. ദൈവത്തിൻ്റെ ആഗ്രഹം അനുസരിച്ച്, ദൈവത്തിൻ്റെ ആശയപ്രകാരം നമ്മൾ ജീവിക്കുന്നെങ്കിൽ അതാണ് ഡിസൈപ്പിൾഷിപ്പ്. എങ്ങനെയാണ് ഒരു സക്സസ്ഫുൾ ഫോളോവർ അല്ലെങ്കിൽ ഒരു ഡിസൈപ്പിൾ ഉണ്ടാകുക എന്ന് ഒരു ബുക്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഒരു വിശ്വാസി ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് നോക്കുമ്പോൾ ഒരു ശിഷ്യൻ ക്രൂശ് എടുത്ത് ക്രിസ്തുവിനെ പിൻപറ്റുന്നു. ഡിഫറൻസ് നോക്കിക്കോളൂ. വിശ്വാസി സാഹചര്യവും സൗകര്യവും അനുസരിച്ച് ദൈവത്തെ അനുസരിക്കുന്നു. ശിഷ്യൻ പരിണാമം നോക്കാതെ ദൈവത്തെ അനുസരിക്കുന്നു. വിശ്വാസി ഒരിക്കൽ ഒരു തീരുമാനം എടുക്കുന്നു. ശിഷ്യൻ എല്ലാ ദിവസവും ആ തീരുമാനം പുതുക്കുന്നു. വിശ്വാസി എങ്ങനെ സ്വർഗത്തിൽ കടക്കാമെന്ന് ചിന്തിക്കുന്നു. ശിഷ്യൻ ഈ ഭൂമിയിൽ എങ്ങനെ സ്വർഗം സൃഷ്ടിക്കാമെന്ന് ശ്രമിക്കുന്നു. സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ വിശ്വാസി പ്രാർത്ഥന ഉയർത്തുന്നു. ശിഷ്യൻ സാഹചര്യം നോക്കാതെ പ്രാർത്ഥനയിലായിരിക്കുന്നു. വിശ്വാസിക്ക് സഭായോഗം ഒരു കടമയാണ്. ശിഷ്യന് താൻ തന്നെ സഭയാകുന്നു. ഒരു വിശ്വാസി
രക്ഷിക്കപ്പെട്ട ജീവിതം നയിക്കുന്നു, ശിഷ്യനോ വിളിക്കപ്പെട്ട ജീവിതം നയിക്കുന്നു. വിശ്വാസി ക്രിസ്തുവിനെ സ്വീകരിക്കുന്നു, ശിഷ്യൻ ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നു. ഈസ് എൻ അംബാസഡർ ഓഫ് ക്രൈസ്റ്റ്. ഈ വ്യത്യാസങ്ങൾ മാത്രം നോക്കിയാൽ നമുക്ക് ടിക്ക് ചെയ്യാം നമ്മൾ ഏത് സൈഡിലാണെന്നുള്ള കാര്യം. അവിടെ നമുക്കൊരു മാറ്റം ആവശ്യമാണെങ്കിൽ, ആ ചലഞ്ച് ഏറ്റെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ, വി ക്യാൻ അപ്ഗ്രേഡ് അവർ ഐഡൻറ്റിറ്റി. സിംപ്ലി പറയുവാണെങ്കിൽ, ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ, വെൻ യുവർ ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ് ബിക്കംസ് യുവർ ലൈഫ് സ്റ്റൈൽ, യു ആർ എ ഡിസൈപ്പിൾ. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, നിന്റെ വിശ്വാസം നിന്റെ ജീവിത ശൈലിയാകുമ്പോൾ നീ ശിഷ്യനായി. അതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞതിനർത്ഥം. വെൻ യുവർ ബിലീഫ് ഇൻ ജീസസ് ക്രൈസ്റ്റ് ബിക്കംസ് യുവർ ലൈഫ് സ്റ്റൈൽ, നിന്റെ ജീവിത രീതിയായിട്ട് ആ യേശുവിലുള്ള വിശ്വാസം മാറുമ്പോൾ നീ ഡിസൈപ്പിളായി. ഇതാണ് എൻ്റെ സിമ്പിളായിട്ട് പറഞ്ഞാൽ. ഇന്ന് നമ്മൾ നയിക്കുന്ന വിശ്വാസ ജീവിതം ഈ ശിശുവിൻ്റെ പാഠങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരെ അതിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം സ്വർഗ്ഗസ്ഥനായ പിതാവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അതിനുവേണ്ടി നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ ചെയ്യുവാൻ അതാത് സമയത്ത് തൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തട്ടെ വേണം നമുക്ക് പ്രാർത്ഥിക്കാൻ. ആ പ്രാർത്ഥനയിൽ നമ്മളായിരിക്കാം. പ്രാർത്ഥനാപൂർവ്വം നമുക്ക് മുമ്പോട്ട് പോകാം. അതിന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ധാരാളം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വചനം നിർത്തുന്നു. ദൈവം നമ്മുടെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇന്ന് കേട്ട ഈ സന്ദേശം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ സന്ദേശം മറ്റു ചിലർ കൂടി ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കിത് അനുഗ്രഹമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ അത് കാരണമായി തീരും. ഗോഡ് ബ്ലെസ് യു.